സുരേഷ് ഗോപി എന്നാ ഇവിടെ വന്നത്? സുരേഷ് ഗോപി എന്ന് അരുവിക്കര ഇലക്ഷൻ്റെ ഡേറ്റിൽ അതിരാവിലെയാണ് വന്നത്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. അന്ന് തന്നെയാണ് അച്യുതാനന്ദൻ അവിടെ പോയി രമയെ കണ്ടത്. അപ്പോൾ BJP ആയിട്ട് അടുത്ത് നിൽക്കുകയാണ് NSS എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആണ് വന്നത്. ഞങ്ങൾ സാധാരണ ഈ സമ്മേളനം കൂടുന്നതിന് മുമ്പ് എല്ലാവരും പോയി അവിടെ പോയി വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി അവിടുന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ അന്ന് പൂട്ടിയിട്ടേ പോരുകയുള്ളൂ. പക്ഷെ വിളക്കൊക്കെ അവിടെ കത്തി നിൽക്കും. സമ്മേളനം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു വന്ന് അവിടെ കയറി തുറന്ന് തൊഴുത് വിളക്കും കെടുത്തി വെച്ചാൽ ഞങ്ങൾ പോകും. ഇത് അടച്ചിട്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സുരേഷ് ഗോപി ഇവിടെ വന്ന് സെക്യൂരിറ്റിയോട് ഉപയോഗിക്കുന്നത് എനിക്കൊന്ന് പുഷ്പാർച്ചന നടത്തണം. പക്ഷെ അങ്ങനെ അനുവദിക്കാറില്ല, അങ്ങനെ ആരും ചോദിക്കാറുമില്ല. പക്ഷേ ഞാൻ സ്വല്പം ഒന്ന് ആലോചിച്ചപ്പം വേണ്ട, നമുക്ക് സാരമില്ല, അതുകൊണ്ട് അയാളോട് പറഞ്ഞു തുറന്നു കൊടുക്കുക, പുഷ്പാർച്ചന നടത്തട്ടെ എന്ന് പറഞ്ഞു. പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞ് ഇദ്ദേഹത്തിന് അങ്ങോട്ട് വലിഞ്ഞു കയറി വന്നു. അവിടെ പാർലമെന്റ് പോലെ തന്നെ ഞങ്ങളുടെ ഒന്നും അറിവില്ലാത്തൊരു കുട്ടിയാണോ പുള്ളി? ഈ ഡിസിപ്ലിനും അത് നമുക്കൊന്നും അറിയാൻ മേലാത്ത ആളാണ്. അതിൻ്റെ പിന്നിൽ ഇതാണ്ടിരുന്നു ലക്ഷ്യം. അത് തടഞ്ഞില്ലല്ലോ. അന്ന് അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോയ ഉടനെ ചാനലുകാർ നിങ്ങളുടെ തന്നെ ഇത് എടുത്തു നോക്കൂ, ഇതിനകത്ത് ഇരിപ്പുണ്ട്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ അങ്ങനെ ചെയ്തുകൂടായിരുന്നു എന്ന് പറഞ്ഞത് പോയതാ. അത് കഴിഞ്ഞ് പാർട്ടി നേതൃത്വത്തിൻ്റെ ആളുകൾ പോയി പുള്ളിയെ കൊണ്ട് തിരിച്ചു പറയിപ്പിച്ചു. അങ്ങനെയാണ് ആ ഇഷ്യൂ അവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ ഇദ്ദേഹം വന്നപ്പം നമ്മൾ സ്വീകരിച്ചതല്ലേ, ഒക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ചു, കാപ്പിയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം കാറിലോട്ട് വരുന്നു. കുറേ നേരം ഇരുന്ന് NSSലെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി അദ്ദേഹം കാറിലോട്ട് പോകുന്നത് ഞാൻ കൂടെ ചെന്ന് ഡോറ് ഞാൻ തന്നെ തുറന്നു കൊടുത്ത് അദ്ദേഹം അതിനകത്ത് കയറിയിരുന്നു. പുഷ്പാർച്ചന നടത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടില്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണോ പുഷ്പാർച്ചന നടത്തിയിട്ട് പോയാൽ മതിയെന്ന്? ഓരോരുത്തർക്കും ഓരോ താല്പര്യമല്ലേ. അതുപോലെ തന്നെ ആയിരുന്നു ആനന്ദ ബോസും. അദ്ദേഹവും ഗവർണറാണ്. ഇതുപോലെ നന്നായിട്ട് നല്ല രീതിയിൽ അവരോട് പെരുമാറിയതിനു ശേഷം കാറെ കയറ്റി വിട്ടു. അദ്ദേഹവും ചോദിച്ചില്ല എന്നാൽ ഇവിടെ സമാധി മണ്ഡപത്തിൽ എന്ന് പുഷ്പാർച്ചന നടത്താൻ പറ്റുമോ എന്ന് ആരും ചോദിച്ചില്ല. ഇവർ രണ്ടുപേരും ചോദിച്ചില്ല. അവിടെയാണ് ഞാൻ തടസ്സപ്പെടുത്തിയെന്ന് പറയുന്നത്. ഞാൻ ഒരു മനുഷ്യരെ ഇന്ന് വരെ അവിടുത്തെ തടസ്സപ്പെടുത്തിയില്ല. ഞാൻ ഈശ്വരനെ പോലെ കാണുന്നത്. ഞങ്ങളെല്ലാവരും അത് സമുദായം ഒന്നടങ്കം കാണുന്ന അങ്ങനെ. രാഷ്ട്രപതി വിഷയത്തിലെ അവര് പറയുന്നത് പരിശോധന നടത്താൻ അവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്ന ദിവസം നിഷേധിച്ചു എന്നുള്ളതാണ് ഉപരാഷ്ട്രപതി വിഷയത്തിൽ പറയുന്നത്. എവിടെ ഉപരാഷ്ട്രപതി വന്ന വിഷയത്തില് ഹെലികോപ്റ്ററിൽ വന്നപ്പോ ചോദിച്ചപ്പോ അങ്ങനെ ചോദിച്ചില്ലേ? അത് കഴിഞ്ഞ് ഇവിടെ ഈ SB കോളേജിൽ ഒരു പരിപാടിക്ക് അവരനുവാദം ചോദിച്ചു. അതിൽ അദ്ദേഹം അനുവദിച്ചു കൊടുത്തു. അപ്പം 3 ഹെലികോപ്റ്റർ ഒരുമിച്ച് ഇറങ്ങണമെങ്കിൽ ഇവിടുത്തെ ഗ്രൗണ്ടുള്ളൂ. നമ്മളടുത്ത് അനുവാദം ചോദിച്ചു, കൊടുത്തു. ഇവിടെ ഉണ്ടായിരുന്ന അങ്ങോട്ട് ചെന്ന് നോക്കിയേ, കഷണ്ടിത്തല പോലെ എല്ലാ മരങ്ങളും വെട്ടി നശിപ്പിച്ച് ഇതാക്കി. ഞങ്ങൾ ഒറ്റ അക്ഷരം വേണ്ടിയില്ല. എന്നാ ചോദിച്ചപ്പോൾ എന്നാന്ന് പറയാം, SPGക്കാർ അത് വെട്ടാൻ പറഞ്ഞാൽ അത് വെട്ടിക്കണം. ഇവിടെയൊക്കെ കൊലച്ച് മറിഞ്ഞ് കിടന്ന മാവൊക്കെ വെട്ടി ആ മാങ്ങ എല്ലാം നശിപ്പിച്ച് കളഞ്ഞത്. അപ്പം നമ്മളിവിടെ പോലീസ് അധികാരികൾ ഞങ്ങളതിനകത്ത് ഇടപെടത്തില്ല. SPG എല്ലാത്തിനും അതീതമാണ്. വൈസ് പ്രസിഡന്റിനേക്കാൾ കൂടിയ അധികാരമാണ്. വൈസ് പ്രസിഡന്റ് പറഞ്ഞാൽ പോലും SPG കേൾക്കട്ടെ എന്ന് പറഞ്ഞു.
എന്തെങ്കിലും ആട്ടെ കഴിയട്ടെ. അന്ന് വൈകിട്ട് നേരത്തെ പ്ലാൻ ചെയ്ത പ്രോഗ്രാം, ഈ അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നല്ലോ, അങ്ങനല്ലേ ഇവിടെ വന്നത്. അന്നൊന്നും ചോദിക്കാതെ ഈ തലേ ദിവസം, ഇദ്ദേഹം വരുന്ന തലേ ദിവസം അവിടുത്തെ സെക്രട്ടറി ഇങ്ങോട്ട് വിളിച്ച് പുഷ്പാർച്ചന നടത്തണം. എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞത് മുമ്പ് ഒരു അനുഭവമുണ്ട്. ഈ SPGക്കാരുടെ നിന്ന് കൺട്രോൾ വിട്ട് അവർ അവിടെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഇതൊരു ക്ഷേത്രമാണ്, അവിടെ പട്ടിയെ കയറ്റി അന്വേഷിക്കാനൊന്നും ഞങ്ങൾ സമ്മതിക്കുകയില്ല. പട്ടി അപ്പുറത്ത് പോകണ്ട സാറേ, 2 പട്ടി അവിടെ എല്ലാം മണത്തേച്ച് നിൽക്കുക, ഇതിനകത്തോട്ട് കയറ്റി മണക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അതിനകത്ത് ഇത് പറ്റുകയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞേച്ച് അകത്ത് കയറി തൊഴുതേച്ചിറങ്ങാറുന്നില്ല. അങ്ങനെയല്ലേ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ പോയാൽ എങ്ങനെയാണ് പോകുന്നത്? SPGക്കാരകത്ത് കയറുകയാണ്. ആരെങ്കിലും അങ്ങയുടെ ഒരു അംഗരക്ഷകം കൂടെ കാണും, അല്ലാതൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആ സംഭവം അതങ്ങനെ ആയിരുന്നു നടന്നു. ഇതിലിപ്പോ സുരേഷ് ഗോപി പറഞ്ഞത് പെരുന്ന ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു, എന്തായിരുന്നു അത് ഉദ്ദേശിക്കുന്നത്? പെരുന്ന ഞങ്ങൾ ശുദ്ധീകരിക്കും എന്നാണ് സുരേഷ് ഗോപി. അല്ല, അദ്ദേഹം അതിനേക്കാൾ എളുപ്പം അദ്ദേഹത്തിന് അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഇദ്ദേഹം കൂടെ ഉള്ളതാണല്ലോ, അവിടെ ഒന്ന് പോയി ശുദ്ധീകരിച്ചേച്ച് വരട്ടെ.